എൻ്റെ പേര് മേഴ്സി. ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നു. കത്തോലിക്ക ഇടവകയിൽ നിന്നാണ് വരുന്നത്. പിന്നെ 2022 ഡിസംബർ 6 വന്ന ഉടമ്പടി എടുത്തു. വന്നതിൻ്റെ കാരണം എനിക്ക് ഷോൾഡർ പെയിൻ ആയിരുന്നു. എനിക്ക് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി കാണിച്ചവരെ മാനിഫിക്കേഷൻ ഏതാണ്ടൊക്കെ ചെയ്തു, ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തു. അത് 1 മാസത്തോളം ഫിസിയോതെറാപ്പി ചെയ്തു. എന്നിട്ട് കൈ എനിക്ക് പുറമോട്ട് തിരിക്കുവാനൊന്നും വയ്യായിരുന്നു. എന്നിട്ട് ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ പോകാമെന്ന്. പക്ഷേ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ ക്യൂവിൽ നിൽക്കുമ്പോഴും എനിക്ക് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചക്ഷൻ കയറുന്ന പോലെ കൈക്ക് വിട്ട് വേദനയായിരുന്നു. ഉറങ്ങുകയൊന്നും ചെയ്യത്തില്ലായിരുന്നു. എന്നിട്ട് ഇവിടെ വന്ന് ആ വേദന അനുഭവപ്പെട്ടപ്പം ഞാൻ ഈ ക്യൂവിൽ നിന്നുകൊണ്ട് തന്നെ എക്സർസൈസ് ചെയ്തു. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പം എൻ്റെ വേദന മാറി. പിന്നെ ഞാനത് ശ്രദ്ധിച്ചു, എനിക്ക് ആ വേദന ഇനി അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ഞാനത് ശ്രദ്ധിച്ചു. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പം വേദനയൊന്നും വന്നില്ല. പിന്നെ ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുമായിരുന്നു. ഭയങ്കര വേദന ആയതുകൊണ്ട് എനിക്ക് ഉറങ്ങാനൊന്നും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഇപ്പം കൈ എനിക്ക് ഒട്ടും പുറമോട്ടും തിരിക്കാൻ പറ്റത്തുമില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ല. അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്കത് സുഖമായി. പിന്നെ രണ്ടാമത്തെ നിയോഗം, എൻ്റെ സഹോദരിയുടെ മകൻ ചെറുപ്പത്തിലെ തൊട്ട് പഠിക്കുമ്പം അവന് മാർക്ക് തീരെ കുറവായിരുന്നു. 10ൽ കൂടുതൽ ഒറ്റ ഒരു വിഷയത്തിനും കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ SSLCക്ക് പരീക്ഷ എഴുതാൻ നേരത്ത് ടീച്ചർമാർ പറഞ്ഞു വേറെ കുട്ടിയെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കാമെന്ന്. അപ്പം അവൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ അവളോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചു തന്ന കാശ് രൂപം കൊടുത്ത് പരീക്ഷയ്ക്ക് കൊടുത്തു വിടണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് വന്നപ്പോൾ 72% മാർക്കോടുകൂടി പാസ്സായി. ഇപ്പോൾ അവന് കാഞ്ഞിരപ്പള്ളിയിലൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മൂന്നാമത്തെ നിയോഗമെന്ന് പറയാൻ, എനിക്ക് എൻ്റെ കാലിന് ഭയങ്കര 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഭയങ്കര നീരായിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ പോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു വിഷം തൊട്ടതും വല്ലതും ആയിരിക്കും. ഞാൻ അന്നേരം പറഞ്ഞു വിഷം തൊട്ടതും ഒന്നും അല്ല. പിന്നെ അവർക്കൊരു സംശയം വന്നു. പിന്നെ അന്നേരം അവർ പറഞ്ഞു വേറെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ വേറെ ആശുപത്രിയിൽ പോയി. അവിടെ ചെന്നപ്പം അവർ പറഞ്ഞു പിന്നെ കുറച്ച് ഗുളിക തന്നു. ഗുളിക തന്നിട്ടൊന്നും പിന്നെ വേദനയ്ക്കൊന്നും കുറവൊന്നുമില്ല. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കുറച്ച് ഗുളിക കഴിച്ചു. എന്നാലും പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ ഈ കാലിൻ്റെ ഈ വേദനയൊന്നും മാറിക്കിട്ടണേ എന്ന്. അവർ പറഞ്ഞു മാറിയില്ലെങ്കിൽ സർജറി വേണ്ടി വരും, ബ്ലഡ് ക്ലോട്ടായി കിടക്കുവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അന്നേരം ഇപ്പം ഏതായാലും എൻ്റെ കാലിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് 1000